الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സൂറത്ത് ബഖറയിലെ 130-ാമത്തെ ആയത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരായത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതകളുള്ള പുണ്യ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഏകദേശം വരുന്ന വ്യാഴാഴ്ച 28-ാം തീയതി ദുൽഹജ്ജ് 10-ന് ഹജ്ജ് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഏറെ ആകർഷണീയതയോടുകൂടെ പഠിപ്പിക്കപ്പെട്ടൊരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. 3 സെമിറ്റിക് മതങ്ങളുടെയും പിതാവായി അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഖുർആനിൽ തീർത്തു പറഞ്ഞു, മകാന ഇബ്രാഹിം യഹൂദിയൻ വല നസ്റാനിയ. അദ്ദേഹം യഹൂദിയുമല്ല നസ്രാനിയുമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ഹൃജുമനസ്കനായി ഹനീഫയായി നിലനിന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലൂടെ, സൂറത്ത് ആലി ഇമ്രാനിന്റെ 95-ാമത്തെ ആയത്തിലൂടെ നമ്മളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണ്, മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന്. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. ഇസ്ലാമിലെ നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന സ്വലാത്തും വിശ്വാസികൾ അധികരിപ്പിക്കേണ്ടുന്ന സ്വലാത്തും പഠിപ്പിച്ചപ്പോ
വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്തിന് ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങുമ്പോൾ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാറുള്ളത് എന്ന ചോദ്യം വന്നപ്പോ അവിടെയും പ്രവാചകൻ പഠിപ്പിച്ചത് ഇബ്രാഹിമിയ സ്വലാത്താൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകളുടെ ഫളലുകൾ പറയുന്നിടത്ത് അല്ലാഹുവിന്റെ ആകാശലോകത്തെ ബൈത്തുൽ മഅമൂറിനോട് ചാരിയിരിക്കുന്ന പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രവാചകന്റെ ഉമ്മത്തിനോട് ചൊല്ലാനായി പഠിപ്പിച്ച സ്വർഗത്തിന്റെ മണ്ണും അതിന്റെ സുഗന്ധവുമായി ചെടികളുമായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളായി ഈ ദിക്റുകളെ പറഞ്ഞു തരികയാണ്. കുഞ്ഞുമക്കൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ആ മക്കളുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായി മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന പറയുന്നിടത്ത് നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചാൽ പ്രധാനമായും ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ വിട പറഞ്ഞ കുഞ്ഞുമക്കൾ മരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ജഅൽഹു ദഖറൻ ലിവാലിദൈഹി വഫർജ എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കൾക്കൊരു മുതൽക്കൂട്ടായി ഈ കുഞ്ഞിനെ കൊടുക്കണേ എന്ന് അള്ളാഹിനോട് പറയുമ്പോ അതിന്റെ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. വജഅൽഹു ഫീ കഫാലത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ സംരക്ഷണയിൽ ഈ കുഞ്ഞിനെ നീ മാറ്റണേ അല്ലാഹ്. ഈ കുട്ടീനെ ഇബ്രാഹിം നബിയുടെ സംരക്ഷണയ്ക്ക് മാറ്റണമെന്നാണ്. നമ്മൾ അതുവരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആരുടെ സംരക്ഷണയിലുണ്ടാവുക? നമ്മളുടെ കയ്യിലാണ്. പക്ഷെ മക്കൾ മരിച്ച നിരാശപ്പെടേണ്ട, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കഫാലത്തിലാണ്. മാത്രമല്ല കേട്ടോ, റിയാദുസ്സാലിഹിലെ 1549 നമ്പർ ഹദീസിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയ മനോഹരമായൊരു തോട്ടത്തിലെ നല്ല നീളമുള്ള സുമുഖനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചുറ്റുമിങ്ങനെ മുത്തുകൾ വിതറപ്പെട്ട പോലെ തരുണീമണികളായ മക്കളിങ്ങനെ ഓടിക്കളിക്കാൻ. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇവരാരാണ്? റസൂലെ, ചെറിയ പ്രായത്തിലെ ലോകത്തോട് വിട പറഞ്ഞ മക്കളാണവരെ. ആ നീളമുള്ള മനുഷ്യൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അത്ര വലിയ സൗഭാഗ്യങ്ങൾ ആ മക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഇത്ര വലിയ സ്ഥാനവും മഹത്വവുമൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൽപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മളോട് പ്രത്യേകം അല്ലാഹു ഓർമ്മപ്പെടുത്താണ്, وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ إِلَّا مَن سَفِهَ نَفْسَهُ. സ്വന്തം ശരീരത്തോട് വിഡ്ഢിയായവനല്ലാതെ ആരടോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് വിട്ടുപോകുന്നത്? സ്വന്തം ശരീരത്തോട് വിഡ്ഢിയായവനാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വിട്ടുപോകാനാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കുന്നവനാണ് വിശ്വാസി. നമ്മളൊക്കെ നിസ്കാരത്തിൽ കൈകെട്ടിയാൽ വജ്ഹതു വജ്ഹിയലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ എന്ന് പറയുന്ന ഒരു ദുആഉൽ ഇഫ്തിതാഹ് ചെല്ലലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നുപോയി നോക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോടെടുത്ത പ്രതിജ്ഞയാണ് ആ ആയത്തായിട്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയൊക്കെ സ്ഥാനം കിട്ടാൻ ആ മില്ലത്തിന്റെ വലിയ പ്രത്യേകത എന്തെന്നറിയോ? ആ ജീവിതം ലോകത്തിന്റെ മുന്നിൽ മാതൃകയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഇതുപോലെ കീഴൊതുങ്ങിയ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പറയും ഞാൻ മുസ്ലിമാണ്, ഒരു ഐഡന്റിറ്റിയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. എന്നാൽ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിൽ പല മേഖലകളിലും, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, അവിടെ ചില കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞത് ഇബ്രാഹിമുല്ലദീ വഫ, എല്ലാ കരാറുകളും പൂർത്തീകരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു പറയുന്നുണ്ട്, യഥാർത്ഥമായ ഒരു മുസ്ലിമാകണം ഇബ്രാഹിം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട്, ഇബ്രാഹിമേ, നീ പരിപൂർണമായ ഒരു മുസ്ലിമാകണമെന്ന് പറയുമ്പോ അതേ സന്ദർഭത്തിലൂടെ ഇബ്രാഹിം നബിയുടെ മറുപടിയുണ്ട്, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഞാൻ സർവ്വതും അല്ലാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചവനാണ്. രണ്ടാമതൊന്നും ആലോചിക്കാനില്ല, അടുത്തൊരു തീരുമാനത്തിലേക്ക് പോവാനില്ല. അല്ലാഹ് പറഞ്ഞ അതേ സന്ദർഭത്തിൽ
അള്ളാഹിനോട് പറയുന്ന പൂർണ്ണമായി മുസ്ലിമാണ്. അസ്ലമ യുസ്ലിമു ഇസ്ലാം ഫഹുവ മുസ്ലിം എന്ന് പറയാം. പൂർണ്ണമായി അള്ളാഹ്ക്ക് വേണ്ടി കീഴൊതുക്കിയവനാണ്. അവിടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ തെളിയിച്ചു. നമ്മളൊക്കെ പറയാം അള്ളാഹിനോട് എനിക്ക് മഹബത്തുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്, വതുകദ്ദിബു ഹത്താ ഫീ സ്വലാതിക ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ. നീ നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ കള്ളം പറയുന്നവനാണ്. കാരണം എന്താണെന്നറിയോ? നാവ് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയും, പക്ഷെ ജീവിതത്തിലെ അള്ളാഹിനേക്കാളും സ്ഥാനം മറ്റുള്ളവർക്ക് നീ വകവെച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ കളവല്ലേ പറയുന്നത് എന്ന് മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി കീഴൊതുങ്ങി എന്റെ അള്ളയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് തെളിയിച്ച പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഏറ്റവും വലുത് റബ്ബാണ്. അതിലെ ഖുർആനിലെ 9 അധ്യായത്തിലെ 23-ാമത്തെ ആയത്തിലെ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും, റസൂലേ അവരോട് പറഞ്ഞു കൊടുക്കണേ റസൂലേ, അത്താണിയേകാനും അവലംബമേകാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാളും കണ്ണിനാനന്ദം നൽകുന്ന തരുണീമണികളായ മക്കളെക്കാളും സമാധാനം കണ്ടെത്തുന്ന നിങ്ങളുടെ ഭവനങ്ങളെക്കാളും ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാകേണ്ടതാരോടാണ്? അല്ലാഹ് പറഞ്ഞത് മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, ഇണകള്, കച്ചവടങ്ങള്, അവന്റെ വീടുകള്, ഇതിനേക്കാളുമെല്ലാം ഒരു മനുഷ്യന് ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹിനോടാണ്, അവന്റെ പ്രവാചകനോടാണ്. അത് തെളിയിച്ചു തന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കേ, പറന്നു വീണ മണ്ണ് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കും. ആ മണ്ണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് പോരേണ്ടി വന്നു. എന്തിന്റെ പേരിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പേരിലാണ്. വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി, വീടിനേക്കാളും എനിക്ക് വലുത് അള്ളയാണെന്ന് തെളിയിച്ചു. ആ ബാപ്പാന്റെ കച്ചവടത്തിനെതിരെ പറഞ്ഞു. കാരണം ബാപ്പാന്റെ വരുമാനം ശിർക്കാണെങ്കിൽ അതിനേക്കാളും വലുത് അള്ളയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഓരോ മേഖലകളിലും അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഗോത്രത്തിലെ അവർക്കുള്ള കുടുംബക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളോട് ശക്തമായി എതിർത്ത് പറഞ്ഞ്, കാരണം അതിനേക്കാളും എന്റെ കുടുംബത്തിനേക്കാളും നാടിനേക്കാളും വലുത് അള്ളയാണ്. അവിടെ നിന്ന് പറയുന്നുണ്ട്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈആ. അല്ലയോ പിതാവേ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത്? ആരാധിച്ചതിനൊരു ഗുണം വേണ്ടേ? കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, ഒരു ഉപകാരം ചെയ്തു തരാൻ കഴിയില്ല, ഒരു ഉപദ്രവം ചെയ്തു തരാൻ കഴിയില്ല. എന്തിനാണ് ബാപ്പ? ഈ ആസറിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ബിംബക്കച്ചവടക്കാരനാണ്. ബാപ്പാന്റെ വരുമാനത്തിനെ ചൂണ്ടിയിട്ട പറഞ്ഞേ, ഇത് ശരിയല്ല, എന്തിനാ ഇവകൾ ആരാധിക്കുന്നത്? അതിന്റെ നിരർത്ഥകതകളെ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ ആ നാട്ടുകാരുടെ മുമ്പിൽ വലിയ വലിയ വിഗ്രഹങ്ങൾ, ചെറിയ വിഗ്രഹങ്ങളെ മുഴുവൻ തകർത്ത് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലിങ്ങനെ തൂക്കിയിട്ടു. അപ്പൊ അവര് പറഞ്ഞു, ആരാ ഈ പണി ചെയ്തത്? ഖാലൂ സമിഅനാ ഫതൻ യുഖാലു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അണ്ട യൗവന കാലഘട്ടം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചൊരു പ്രവാചകൻ. അപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നോട് ചോദിക്കണം? ആ വിഗ്രഹത്തോട് ചോദിച്ചു നോക്ക്. ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിലല്ലേ കോടാലിയുള്ളത്? വിഗ്രഹത്തിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? ഉപകാരമില്ല, ഉപദ്രവില്ല. അള്ളാന്റെ ഖുർആൻ പറയാണ്, വലം യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ച പോലും അവർ പടച്ചിട്ടില്ല. ആ ഈച്ചയെങ്ങാനും അവരിൽ നിന്ന് കവർന്നെടുത്താൽ തിരിച്ചു വാങ്ങി വെക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല. അത് നിങ്ങൾ ഏത് വിഗ്രഹങ്ങൾ എടുത്താലും, നിർത്തിവെച്ച വിഗ്രഹമാവട്ടെ, കിടത്തിവെച്ച വിഗ്രഹമാവട്ടെ, അതേതാ കിടത്തിവെച്ച വിഗ്രഹം? എന്റെ വാക്കല്ല, അള്ളാന്റെ ഹബീബിന്റെ വാക്കാണ്. വലാ തജ്അൽ ഖബരി വസറൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബർ മാറ്റല്ല അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാരും ഒരു ഈച്ചനെ പടക്കില്ല. ആ ഈച്ച കവർന്നെടുത്താൽ തിരിച്ചു വാങ്ങി വെക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല. അതുകൊണ്ട് എന്തിനാ വാപ്പ ഉപകാരമില്ലാത്ത, ഉപദ്രവമില്ലാത്ത ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്നാൽ അദ്ദേഹത്തോട് വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഖാല സലാമുൻ അലൈക്, അങ്ങേക്ക് സലാം പിതാവേ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. എങ്ങനെയെങ്കിലും റെക്കമെൻഡ് ചെയ്താ വീട്ടിൽ നിൽക്കാം വിചാരിച്ചില്ലേ. വീടിനേക്കാളും എനിക്ക് വലുതെന്റെ റബ്ബാണ്, എന്റെ ബാപ്പാനേക്കാളും എനിക്ക് വലുതെന്റെ റബ്ബാണ്. ആ നാട്ടിൽ നിന്ന് വരെ ആട്ടി പുറത്താക്കിയപ്പോഴും
അതിനേക്കാളും വലുത് എനിക്കെന്റെ റബ്ബാണെന്ന് തെളിയിച്ചു വന്ന പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒക്കെ അല്ലാഹു അക്ബർ, അത് ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരുപാട് ത്യാഗങ്ങൾ ആ ജീവിതത്തിലുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമായി ഈജിപ്തിന്റെ മണ്ണിൽ കടന്നു പോകുമ്പോഴും ബന്ധിപ്പിച്ചു വച്ച് വിവസ്ത്രയാക്കി പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആ സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ രാജാവിനെ പ്രതിമയുടെ രൂപത്തിലാക്കി കളയുമാറ്, അനങ്ങാൻ കഴിയാത്ത രൂപത്തിലാക്കി കളയുമാറ് ആ പ്രവാചകൻ അള്ളാഹുവിന്റെ സഹായങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ടായി. പക്ഷേ അവിടെ കൊണ്ടൊന്നും ഇങ്ങനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോഴും അള്ളാനെ വിട്ടൊരു കളിയില്ല. എനിക്കെന്റെ അള്ളണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. നമ്മളൊക്കെ സാധാരണ ചരിത്രങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വാക്കാണ് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു എന്നാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്നറിയോ, തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ കഥകൾക്കുപരി എന്തിന് ഇബ്രാഹിം നബി അവരെറിയാൻ തയ്യാറായി? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാന്റെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ. ഇനി നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മളിവിടെ പല ആളുകളുണ്ട്. ചങ്ങരംകുളത്തുകാരുണ്ട്, മാട്ടത്തുകാരുണ്ട്, പള്ളിക്കരക്കാരുണ്ട്, ഇപ്പുറത്ത് ഈ ചുറ്റുഭാഗത്ത് നിന്നൊക്കെ ജുമാക്ക് വരുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ പറയും എന്റെ നാട്ടില് ഞാൻ തിരക്കടില്ല, എനിക്കെന്തേലും ആവശ്യം വന്ന് എന്റെ നാട്ടുകാരുണ്ടാവും എന്നൊക്കെ നമ്മൾ അഭിമാനം നടിക്കലുണ്ട്. പക്ഷെ തൗഹീദ് പറഞ്ഞാലേ ആളുകളുടെ സ്വഭാവമൊക്കെ മാറൂട്ടോ. ഇബ്രാഹിം നബിക്ക് നിങ്ങൾ നോക്കി ആ നാട്ടുകാർ മുഴുവൻ എതിരായി എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബിയെ കരിച്ചു കളയാനുള്ള വിറക് കൊണ്ടുവരൽ അവർക്കൊരു നേർച്ചയായിരുന്നു. നമ്മുടെ നാട്ടുകാർ മുഴുവൻ നമ്മളെ കത്തിക്കാനുള്ള വിറക് കൊണ്ടുവരാൻ നേർച്ചയാക്കി ഉത്സാഹത്തോടുകൂടെ കൊണ്ടുവരുന്നുവെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ പ്രവാചകനെ വലിയൊരു കുഴി കുഴിച്ച് അതിലൂടെ വിറകുകൾ ശേഖരിച്ച് ആ തീയിന്റെ കാഠിന്യം പറയുന്നുണ്ട്. കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് വീടുമാറ് ചൂടുള്ള നമ്രൂദിന്റെ തീക്കുണ്ടാരത്തില് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എറിയാൻ പോവാണ്. ആ നാട് മുഴുവനും ഒരു പ്രവാചകനെതിരെ, സ്വന്തം ഗോത്രക്കാരും തന്റെ കുടുംബക്കാരും രക്തബന്ധുക്കളും ആ പ്രവാചകനെതിരെ അവന് കരിച്ചു കളയാനുള്ള ശിക്ഷ നടപ്പാക്കുമ്പോ ആ ചൂടിന്റെ കാഠിന്യത്തെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് പോലും ഇബ്രാഹിം നബിയെ കൊണ്ടുവന്ന് അതിലേക്ക് എറിയാൻ കഴിയുമായിരുന്നില്ല, അത്രമേൽ ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തെറ്റാലി പോലെ ആയുധമുണ്ടാക്കി അതിൽ ഇബ്രാഹിം നബിയെ വെച്ച് അതിലേക്ക് വലിച്ചെറിയുന്ന രംഗമാണുണ്ടായിരുന്നത് എന്നതും ചരിത്രം. എന്നിട്ട് ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അല്ലാഹ് എനിക്ക് എല്ലാറ്റിനും മതിയായവനാണ് എന്ന് പറയാൻ വിശ്വാസികളെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്ക് ഹസ്ബിയല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അത് നിസ്സാരമായ ഒരു വാക്കല്ല. മനുഷ്യ കഴിവശ്രമിക്കുന്നിടത്ത്, ഒരു പടപ്പുകൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തിടത്ത് അതിനും മേലെ പ്രവർത്തിക്കാൻ കഴിവുള്ള എന്റെ റബ്ബുണ്ടെന്ന ബോധ്യമാണ്, ഉറച്ച വിശ്വാസമാണ്, റബ്ബിനുള്ള തവക്കുലാണ്. ഹസ്ബിയല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന ആ പ്രവാചകന്റെ വാക്ക് ഇത് നിസ്സാരൊരു വാക്കായിട്ട് മാറ്റിവെക്കാനല്ല. ബദറിലെ ബദരീങ്ങൾ പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹ്, മൂന്നിരട്ടി വരട്ടെ, ആയുധങ്ങൾ ഉണ്ടാവട്ടെ, സുസജ്ജരാവട്ടെ, അവരെത്ര കടുപ്പമുള്ളവരാവട്ടെ, ഞങ്ങളുടെ കൂടെ അല്ലുണ്ട്. ഉഹദിലെ സകലമാന പരാജയങ്ങൾ ഏറ്റുവാങ്ങി വേച്ച് വേച്ച് രക്തമായി തിരിച്ചു നടക്കുന്ന ഒരു രംഗമുണ്ട്. അള്ളാന്റെ പുണ്യഭൂമേനി, പുണ്യ റസൂലിന്റെ ഭൂമേനി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കാൻ. പലരും അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ്. ആ വേദനയും ആ നടച്ചവും കൂടെണ്ടായിരുന്ന 10-70 ആളെ ഒരൊറ്റ കബറിലെ കൂടുതൽ ഖുർആാനുള്ളവരെ കിബലയുടെ ഭാഗത്തേക്ക് കിടത്തണമെന്ന് പറഞ്ഞ് മറവ് ചെയ്ത് അങ്ങനെ പ്രയാസപ്പെട്ട് തിരിച്ചു നടക്കുമ്പോഴാണ് അടുത്തൊരു വാക്ക് വന്നേ, ദുർബലരായി പോകുന്ന ഇവരെ വീണ്ടും ആക്രമിക്കാനൊരു സൈന്യം വരുന്നു. അവിടെ ഹൃദയം ഉറപ്പിച്ച് നിർത്തിയ ഒരു മന്ത്രമുണ്ട്, അവര് വരണമെങ്കിൽ വരട്ടെ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലുണ്ട്, ഞങ്ങൾക്ക് അല്ലുണ്ട്. ഗാസയുടെ ഫലസ്തീനിന്റെ മണ്ണി ഇത് കുഞ്ഞുമക്കളുടെ വായെന്ന് നമ്മൾ കേട്ടപ്പോ നമ്മൾ ആവേശം കൊണ്ടുവരാൻ നപ്പം ബോംബുകളെ കൊണ്ട് തലയോട്ടിപ്പോയ മോന്റെ ജനാസ കയ്യിലെടുത്തിട്ട് വാപ്പ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ പച്ചയായ ശരീരത്തിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യുവത പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ.
രണ്ടു ഭാഗത്തേക്ക് മുടിമുടങ്ങി വെച്ച ഓമനത്തും തുളുമ്പുന്ന കുഞ്ഞുമോളുടെ നെറ്റിയിലേക്ക് ചുംബനം വെച്ച് 3.5 വയസ്സുകാരിയെ കഫംപടവയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കണ്ണ് നിറഞ്ഞൊലിക്കാതെ ചുണ്ട് വറക്കാതെ ആ വാപ്പ പറഞ്ഞു ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. അല്ലാഹുവോട് പറഞ്ഞു ഇല്ലേ. അതിനേക്കാളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഇൽതിറാബും ബിലാ സുകൂൻ വസുകൂനും ബിൽ ഇൽതിറാബ്. ഉള്ള ശാന്തമായി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഒരു കാര്യത്തിലും മനസ്സ് വിഷമിക്കാതെ അതിന് മുകളിൽ എന്റെ റബ്ബുണ്ടെന്ന ബോധ്യം ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ തെളിയിച്ചു. എന്റെ റബ്ബാണ് എനിക്ക് വലുത് നല്ലതാണ്. നിങ്ങൾക്കറിയോ, അദ്ദേഹത്തിന് അള്ളൊരു സന്താനത്തെ കൊടുത്തിട്ടില്ല. ആ സമയത്ത് പോലും അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു വഴിയിലെ ഇബ്രാഹിം നബി തിരിഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വഴിയിൽ നിരന്തരം അള്ളാഹിനോട് ദുആ ചെയ്തു. നമ്മുടെ മക്കൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കലുണ്ട്. ഒപ്പിയെടുത്തോ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. വളരെ ആൺകുട്ടീനെ തരണേ, പെൺകുട്ടീനെ തരണേ എന്നൊക്കെ ചോദിക്കണവരില്ലേ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു സ്വാലിഹായ സന്താനത്തെ തരണേന്നാൻ. അതിൽ അള്ളങ്ങ് പരീക്ഷിച്ചു. ഒരുപാട് കാലം മുടി നരച്ച് പ്രായാധിക്യത്തിന്റെ അവസ്ഥ വരെ അള്ളാന്റെ പരീക്ഷണങ്ങൾ വന്നു. ആ മേഖലയ്ക്കൊന്നും നമ്മൾ പോണില്ല. അവസാനം അല്ലാഹു തആല ആറ്റുനോറ്റൊരു പൈതലിനെ കൊടുക്കുമ്പോ, ആ കുട്ടിക്ക് ഇസ്മായിൽ എന്ന പേരിടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണങ്ങൾ വരികയാണ്. പുരാതനമായ ഹിജാസ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മക്ക എന്ന് പറയുന്ന നാട്ടിലെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി വെക്കണമെന്നുള്ളതാണ്. നമ്മൾ കാണുന്ന മക്കയല്ല, അവിടെ കഅബാലയല്ല, അവിടെ ജനവാസമില്ല, പാറനിബിഡമായ മക്കകളാണ്. നമ്മൾ ഇന്ന് കാണുന്ന ശീതീകരിച്ച സഫയും മറവയും ജംറകൾ അവിടുന്ന് അതിനിടയിലൂടെയുള്ള നടത്തങ്ങൾക്ക് വേണ്ടി തട്ടുകളായി ക്രമീകരിച്ച അവസ്ഥകളില്ല. അന്ന് ആ ഭാര്യയും മകനെയും അവിടെ കൊണ്ടുപോയി വെക്കാൻ അല്ലാഹുവിന്റെ തീരുമാനം വരുമ്പോ, കൽപ്പന വരുമ്പോ അത് കൊണ്ടുപോയി വെച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹ് പറഞ്ഞു, എന്റെ ഭാര്യനെക്കാളും എനിക്ക് വലുതല്ലാ, എന്റെ കുഞ്ഞിനെക്കാളും എനിക്ക് വലുതല്ലയാണ്. അവിടെ കൊണ്ടുപോയി വെക്കുമ്പോ അന്ന് ഹാജർ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹ് പറഞ്ഞിട്ടാണോ? അതെ. എങ്കിൽ അവർക്കും രണ്ടാമത് ഒരു കുടുംബം ആദർശത്തിന്റെ വഴിയെ വരുന്ന ഒരു ഗുണൻ അവർക്ക് അവിടെയും എതിരഭിപ്രായങ്ങളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹുവിനോട് പറഞ്ഞ ദുആയുണ്ട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, നിർഭയത്വത്തിന്റെ രാജ്യമാക്കി മാറ്റണേ അല്ലാഹ്. ഈ മണ്ണിനെ നിർഭയത്വത്തിന്റെ മണ്ണാക്കി മാറ്റണേ അല്ലാഹ്. ഒക്കെ പടച്ചവനോട് ഏൽപ്പിച്ച് അള്ളാഹിനോട് പറഞ്ഞ് കൊല പാടില്ലാത്ത, ഹിംസ പാടില്ലാത്ത ഒരു മണ്ണ് ഹറം. വർസുക അഹ്ലഹു മിനസ് സമറാത്ത്, അതിൽ ആളുകൾക്ക് നീ കായ്ക്കനികളെ കൊണ്ടുള്ള റിസ്ക് കൊടുക്കണേ. അള്ളാഹു ആ ദുആയും ഇജാബത്ത് കൊടുത്തില്ലേ? ആ മണ്ണിനെ അല്ലാഹ് അനുഗ്രഹിച്ചില്ലേ? ഓക്കെ, വീണ്ടും നമ്മുടെ ചരിത്രത്തിന്റെ അവസാനത്തിൽ കാണാം, തന്റെ മകനെ തന്നോളം വളരാൻ തുടങ്ങുമ്പോ, ഒരു ബാപ്പാന്റെ പ്രതീക്ഷകളിലൂടെ കടന്നു വരുമ്പോ അള്ളാഹ് അടുത്ത പരീക്ഷണം കൊടുത്തു. ഇബ്രാഹിമെ, ഇസ്മായിലിനെ അറുക്കണമെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കേ, അത് വല്ലാത്തൊരു വാക്കാണ്. ഒരുപാട് കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷേ ഇബ്രാഹിം മില്ലത്ത് ഞാൻ ഏകദേശം ഖുത്ബക്ക് മുമ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 16ഓളം ഖുത്ബയാണ് ഞാൻ ഇവിടെ ഇബ്രാഹിം മില്ലത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ എത്ര പറഞ്ഞാലും നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കുത്തിവെക്കേണ്ട ഒരു വിഷയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറുക്കാൻ കൊണ്ടേന്നൊക്കെ നമ്മൾ ഒരു വാപ്പാക്കും അതിന്റെ ഫീല് മനസ്സിലാവില്ല. ഈ നരബലിയുമായി ബന്ധപ്പെട്ടെന്ന് ഇബ്രാഹിം നബി അറുക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ക്രൂശിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് അറുക്കാൻ സമ്മതിച്ചിട്ടില്ല, നരബലിക്ക് അവകാശം കൊടുത്തിട്ടില്ല എന്നാണ് അതിലെ പാഠം. അല്ലാണ്ട് അറച്ചോളം പറയല്ല ഇവിടെ ചെയ്തിട്ടുള്ളേ. ഇബ്രാഹിം അത് പൂർത്തീകരിക്കുന്നുണ്ടോ നോക്കാൻ അള്ളാഹു പറയാൻ, ആറ്റുനോറ്റ് കിട്ടിയ നിന്റെ മോനില്ലേ, ആ മോന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്ന് അള്ളാഹ് പറയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ആ മകനെ കൊണ്ടുകൊണ്ടൊരു രംഗമുണ്ട്. ആ മകനോട് പറയുന്നുണ്ട്, നമുക്ക് കഴിയോ പ്രിയമുള്ളവരെ, നമുക്ക് കഴിയോ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തന്ന പൈതലില്ലേ, നമുക്ക് തന്ന പൈതലില്ലേ, മോണ കാട്ടി ചിരിക്കാൻ തുടങ്ങുമ്പോ നമ്മളുടെ മുഖം നോക്കി ചിരിച്ചു കളിക്കുന്ന നമ്മുടെ മക്കളില്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ആ ചെറിയ പ്രായത്തിലല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കരയുന്ന, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ കൈകാലിട്ടടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കണ, നമ്മളെ ചേർച്ച പിടിക്കണ
നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഏതെങ്കിലും ഒരു മണ്ണിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ താങ്ങാൻ പറ്റൂല. ആ മകനെ നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾക്ക് അല്ലാഹു തന്ന കുഞ്ഞിന് നമ്മൾ പറയും വാപ്പ മനസ്സ് ഭയങ്കര ബോൾഡാണ്, സ്ട്രോങ് ആണെന്നൊക്കെ പറയണ വാപ്പാരില്ലേ. നമ്മുടെ കുഞ്ഞിനൊരു കുത്തിവെപ്പ് നടത്തണമെന്ന് പറഞ്ഞാൽ വാപ്പാരെ കയ്യിൽ പിടിച്ചിട്ട് കുത്തിവെപ്പ് നിൽക്കണം നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മാന്റെ കയ്യിലെ കൊടുക്കുക. കാരണം കുട്ടി കരയുമ്പോ വാപ്പാന്റെ ശംഖ് പടക്കും. എത്ര സ്ട്രോങ് ആണെങ്കിലും ആ വാപ്പാന്റെ കയ്യിൽ കത്തിപ്പിടിച്ച് സ്വന്തം മോന്റെ കഴുത്തിൽ കത്തിവെച്ച് അവന്റെ ഞരമ്പുകൾ മുറിഞ്ഞ് രക്തം ചീറിയൊലിക്കുമ്പോ അതേത് വാപ്പാക്ക താങ്ങാൻ പറ്റാം? മകനോട് വന്ന് പറയുന്നുണ്ട്, മോനെ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞപ്പോ യാ ബതി ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹു താങ്കളോട് എന്തെന്ന് കൽപ്പിച്ചോ അനുസരിക്കുക വാപ്പ, അതുപോലെ ചെയ്ത് കാണിക്കുക വാപ്പ. ഇൻഷാ അല്ലാഹ് ക്ഷമാലുക്കളുടെ കൂടെ സത്തജിദുനി ഇൻഷാ അല്ലാഹ് മഅസ്സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെ എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയോടുകൂടെ നേരിട്ടവരുടെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ കാണാം. കൊണ്ടുപോവാണ് പ്രിയമുള്ളവരെ. താഴ്വരയിലൂടെ കൊണ്ടുപോകുമ്പോ സൂറത്തു സാഫാത്തിന്റെ 94 മുതൽ ഓതി വരുമ്പോ ചങ്ക് പടച്ചിട്ടില്ലാതെ ഓതാന് കഴിയാത്ത ഭാഗമുണ്ടല്ലോ. അല്ലാഹു ഇസ്മാഈലിനെ കൊണ്ടുവരികയാ. അവിടുന്ന് ഇബ്രാഹിം നബി കൊണ്ടുവരുന്നുണ്ട്. ആ മകനെ അറുക്കാനായി കിടത്തുന്ന സന്ദർഭങ്ങളില് അല്ലാഹുവിന്റെ ഖുർആന് പറയാണ്, വതല്ലഹു ബിൽ ജബീൻ, മോന്റെ നെറ്റിത്തടം മണ്ണിനോട് ചേർത്ത് വെച്ചു. ഖലീലുല്ലാഹ്, നെറ്റിമണ്ണിനോട് ചേർത്ത് വെച്ചു എന്നാണ്. ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ അറുക്കുമ്പോ എങ്ങനെയാ അറുക്കാറുള്ളത്? മലർത്തി വെച്ചുകൊണ്ടാണ്. മുഖത്ത് നോക്കിയാ അറുക്കാൻ കഴിയില്ല വാപ്പ, മുഖത്ത് നോക്കിയാൽ അറുക്കാൻ കഴിയില്ല വാപ്പ. വാപ്പാന്റെ ഫീൽ എന്താണ്? മകന്റെ നൊമ്പരം എന്താണ്? നെറ്റിമണ്ണിനോട് ചേർത്ത് വെച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാന്റെ പരീക്ഷണമാണ്. മുറിയുന്നില്ല. അള്ളാന്റെ ആയത്തുകളിലൂടെ ഓതി വരുമ്പോ കാണാ അള്ളാന്റെ വിളി വരുന്നുണ്ട്, അയ്യാ ഇബ്രാഹിം. ആ വിളി വരുമ്പോഴാണ് ശ്വാസം നേരെ വീണത്. ആ വിളി വന്നപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഇബ്രാഹിമേ ഖദ് സദ്ദഖത റുയ, അങ്ങ് കണ്ട ആ സ്വപ്നമില്ലേ, അങ്ങ് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മകൻ അറുക്കാൻ പാടില്ല. അല്ലാഹു തആല ഒരാടിനെ അറുക്കാനുള്ള നിർദ്ദേശം അവിടെ കൊടുക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇതല്ലേ അള്ളാഹിനോട് പൂർണ്ണമായി കീഴടങ്ങിയ എന്റെ അള്ള എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന്, ഞാൻ അനുസരിക്കുമെന്ന്, ഞാൻ പിൻപറ്റുമെന്ന് വാഗ്ദാനം കൊടുത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? ആ പ്രവാചകന്റെ മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ ഒരു 2 പോയിന്റ് കൂടെ ഞാൻ പ്രത്യേകം പറയാൻ. ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് പോലും ഇങ്ങനൊക്കെ ബാക്കി ഇൻഷാ അല്ലാഹ് പെരുന്നാളിന്റെ ഖുതുബയിൽ ഇതേ വിഷയം നിങ്ങൾക്ക് ശ്രവിക്കാനുള്ളതാണ്. മഴയുടെ തടസ്സമുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഈ പള്ളിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റു അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കും. ഇവിടെ വിശദമായിട്ട് അവിടെ കേൾക്കാം. പക്ഷെ ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് പോലും അല്ല പറഞ്ഞതൊക്കെ അനുസരിച്ചു. ദൈവത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചു പോയി. പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളുണ്ടായി, മാനസികമായി തകർക്കുന്ന രംഗമുണ്ടായി, കൊന്നുകളയാനുള്ള ശ്രമങ്ങളുണ്ടായി, ആറ്റുനൊറ്റ പൈതൽ പോലും കൈവിട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന രംഗങ്ങളുണ്ടായി. എല്ലായിടത്തും അടിയുറച്ചു നിന്നിട്ട് പക്ഷേ അള്ളാന്റെ കഅബാലയത്തിന് അല്ല പറഞ്ഞു, ഇബ്രാഹിമേ അതിന് കല്ല് പാകണമെന്ന് പറഞ്ഞപ്പോ ആ കല്ല് വെച്ചിട്ട് ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് യർഫ ഇബ്രാഹിമുൽ ഖബാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾ നോക്ക്, അല്ല സ്വീകരിക്കില്ല എന്നുള്ളൊരു പേടി ആർക്ക്? ഇബ്രാഹിം നബിക്ക്. നമുക്ക് ആ രൂപത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ടോ? നാളെ പരലോകത്ത് കടന്നു വരുമ്പോ മഹ്ശറിന്റെ 1.5 പേജോളം വരുന്ന വിശാലമായ ഹദീസില് ഓരോ നബിമാരുടെ അടുക്കലേക്ക് പോകുമ്പോ ഇബ്രാഹിം നബി പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ തന്നെ ആകെ പ്രയാസത്തില്, ഞാന് ഏത് നടപടി അല്ല എന്നോട് സ്വീകരിക്കുന്ന അറിയില്ല. ഞാൻ 3 കളവ് പറഞ്ഞിട്ടുണ്ടെന്ന്. സത്യത്തിൽ ഇബ്രാഹിം നബി കളവ് പറഞ്ഞതല്ല, ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. നക്ഷത്രങ്ങൾ എന്റെ റബ്ബാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സദാ നിലകൊള്ളാൻ കഴിയാത്ത നക്ഷത്രത്തിനെ ഞാൻ എങ്ങനെ ആരാധിക്കാനാ?
എന്റെ റബ്ബല്ല. സൂര്യൻ റബ്ബാണല്ല. ആ സൂര്യന്റെ നില സദാ പ്രകാശം തരാൻ കഴിയണില്ല. ഞാൻ എങ്ങനെ സൂര്യനെ ആരാധിക്കും? അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. പക്ഷെ അതിന് പോലും എന്റെ റബ്ബ് എന്നോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോകുക. അങ്ങനത്തെ ഒരു ലോകം അഭിമുഖീകരിക്കാനുള്ളവരാ നമ്മള്. ആരുണ്ടാവില്ല കേട്ടോ. ഇബ്രാഹിമോ അബാഹു ആസറ യൗമൽ ഖിയാമ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലൂടെ കാണാം, ഇബ്രാഹിം നബി പിതാവായ ആസറിനെ ഖിയാമത്ത് നാളിലൂടെ കാണുന്ന രംഗമാണ്. മോനെ, എന്റെ അവസ്ഥ കണ്ടില്ലയോ? വല്ലാതെ ഭയചകിതനായി പൊടിപുരണ്ട വേദനിക്കുന്ന അവസ്ഥകളിലൂടെ ഇബ്രാഹിം നബി പറയുന്നുണ്ടല്ലോ, ഖിയാമത്തിൽ എന്നെ നിന്ദിക്കില്ല എന്ന് വാക്ക് പറഞ്ഞവനാണ് നീയെങ്കില് എന്റെ പിതാവല്ലയോ, എന്റെ ബാപ്പയല്ലയോ ഈ നിൽക്കുന്നത് എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇബ്രാഹിം ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. നിഷേധികൾക്ക് വേണ്ടി ഞാൻ സ്വർഗമെന്നുള്ളത് അത് നിഷിദ്ധമാക്കിയതാണ്, ഹറാമാക്കിയതാണ്. അതുകൊണ്ട് ബാപ്പാന്റെ വിഷയം ഇവിടെ പറയണ്ട. ഇബ്രാഹിം നബിക്ക് പോലും ഒരാളെയും സ്വന്തം ബാപ്പാനെ പോലും റെക്കമെൻഡ് ചെയ്യാൻ കഴിയാത്തൊരു നാളാണ്. ഈ ബോധ്യം നമ്മൾക്കിടയിലൂടെ കടന്നു വരാൻ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാം. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പൂർണ്ണമായി ചേർത്ത് പിടിക്കുന്ന സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസത്തിലെ അതിന്റെ 9 അറഫ ഒരുപാട് പുണ്യമുള്ള ഒരു നോമ്പ് നമുക്കുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെയും നമുക്ക് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ 9-ന് അറഫ നോമ്പ് എന്ന് വിളിക്കുന്ന സൗമയോമി അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് കാണാം, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ അള്ളാഹു പൊറുച്ചു തരുന്ന ഒരു നോമ്പാണ് അറഫ നോമ്പെന്ന് പറയുന്നത്. വേറെയും സമാനമായ ആശയങ്ങളുള്ള വേറെയും ഹദീസുകളെ നമുക്കതിൽ കാണാൻ സാധിക്കും. അത്ര ഫളലുണ്ട് അറഫയുടെ നോമ്പിനെന്നുള്ളതാണ്. അതുകൊണ്ട് തീരുമാനം എടുക്കണം. 1 മുതൽ 9 വരെ നോമ്പെടുക്കാൻ നമുക്ക് കഴിയാത്തവരുണ്ടെങ്കിലും 9-ലെ നോമ്പ് ഞാൻ വിട്ടുകളയില്ല. നിർബന്ധമായി ഞാനത് എടുക്കുന്നല്ല, നല്ലൊരു നിയ്യത്തോടുകൂടെ വേണം. ഹജ്ജിലെ ഹാജിമാർക്ക് അന്ന് അല്ലാഹു തആല നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ കാണെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി പ്രവാചകൻ പാല് കുടിച്ച് ഹാജിമാര് നോമ്പെടുക്കരുത് എന്നുള്ള സന്ദേശം അള്ളാന്റെ ഹബീബ് കൊടുത്തതാണ്. ബാക്കിയുള്ള ആളുകൾ അന്നേ ദിവസം നോമ്പെടുക്കണം എന്നുള്ളതാണ്. പിന്നെ വേണ്ടാത്ത ചർച്ചകളിലേക്കൊന്നും നമ്മുടെ സഞ്ചരിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പോ സൗദി അറേബ്യയിലെ ബുധനാഴ്ചയാണ്, പിന്നെ ചൊവ്വാഴ്ച അറഫ വരുന്നു, ബുധനാഴ്ച പെരുന്നാളാണ്. നമ്മൾ കേരളത്തിൽ ബുധനാഴ്ച അറഫ വരുന്നു, വ്യാഴാഴ്ച പെരുന്നാളാണ്. അപ്പൊ നമ്മൾ പറയണത് ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ എന്നാണോ അറഫ അന്നല്ലേ നോമ്പെടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടുന്ന അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടങ്ങളായതുകൊണ്ടാണ് നമ്മൾ അറിയണത് സൗദിയിൽ ഇന്നാണ് അറഫ. മുമ്പാണെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാനുള്ള സൗകര്യങ്ങളില്ല. അവിടെ ഇസ്ലാമിന് ഏത് കാലത്തേക്കും സൂറ്റബിളായ ഇസ്ലാമിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സൂമു ലിറുഇയതിഹി വഖൂമു ലിറുഇയതിഹി എന്ന് പറഞ്ഞ മാനദണ്ഡത്തെ തന്നെയാണ്. മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുക്കാനും നോമ്പൊഴിവാക്കാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9 വരുന്നത് അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറഫ നോമ്പ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയും, അങ്ങനെയാണെങ്കിൽ അറഫയുമായിട്ടൊരു ലിങ്ക് അതിന് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മൾ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട് നമ്മളും സൗദിയും തമ്മിൽ.
നമ്മളതിന് മനസ്സിലാക്കേണ്ട ആ ഒരു ദിവസത്തിന്റെ സർക്കിൾ തിരിഞ്ഞു വരുമ്പോൾ കണക്ട് ചെയ്യപ്പെടാതെ ഒരു നാടും കടന്നു പോവില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ചിന്താഗതികൾക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളോട് ദുൽഹജ്ജ് 9 എന്ന് പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ എന്നാണോ നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 അന്ന് നമ്മൾ അറഫയുടെ നോമ്പെടുക്കുക. 10ന്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യാം, പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ആലോചിച്ചൊക്കെ ഇത് നേരെ ഇപ്പൊ നമ്മൾ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സൗദിയിൽ ഒരു ദിവസം നേരത്തെ ആയതുകൊണ്ടാണ്. ഇസ്ലാം ഏത് നിയമങ്ങൾക്ക് സൂട്ടാണ്. നേരെ മറിച്ച് നേരെ തിരിച്ചു വന്നാലോ, നമുക്ക് ശേഷമാണ് സൗദിയിലെ ദുൽഹജ്ജ് 9 വരണതെങ്കിൽ നേരെ തിരിഞ്ഞില്ലേ, അവിടുത്തെ പെരുന്നാളിന്റെ അന്ന് നമ്മൾ നോമ്പെടുക്കേണ്ടി വരും. പെരുന്നാളിന്റെ നോമ്പെടുക്കണതിന്റെ ഹുക്കം എന്താണ്? ഹറാമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇസ്ലാം ഏത് കാലഘട്ടത്തിനും ഏത് നിയമത്തിനും നമുക്ക് ബാധകമാണ്. എന്നാണോ ദുൽഹജ്ജ് 9 അന്ന് നമ്മൾ കൃത്യമായിട്ട് നോമ്പെടുക്കാം. അതുപോലെ തന്നെ അതിലെ അറഫ കൃത്യമായിട്ട് കണക്റ്റഡ് ആവും. നമുക്കതിലെ ഒരു പ്രയാസങ്ങളും വേണ്ട. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞത് അറഫയുടെ അന്നത്തെ പ്രാർത്ഥനയാണ്. ഹജ്ജാജുമാർക്ക് മാത്രമല്ല, ഹദീസിന്റെ ഷറഹിൽ ഉലമാക്കൾ പറയാൻ ആ ദിവസം ലോകത്തിൽ കണ്ണിച്ചേരുന്ന മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പെരുന്നാള്, അതിന്റെ ആഘോഷങ്ങൾക്ക്, അതിന്റെ കൃത്യമായ നമസ്കാരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓർക്കണേ, അള്ളാഹു ഹറാമാക്കിയ ആഘോഷല്ലേ, സെലിബ്രേഷൻ അല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹ് ഹറാമാക്കിയ രൂപങ്ങൾ നമ്മൾ കൊണ്ടുവരരുത്. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കടന്നു വരാൻ സ്ത്രീകളോട് കൽപ്പിച്ചപ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ബുഖാരിയിലെ ഹദീസാണ്. സ്ത്രീകളോട് കൽപ്പിച്ചപ്പോ അവര് പറഞ്ഞു, റസൂലേ, ഞങ്ങളിൽ ചില ആളുകൾക്ക് ജലാബീബില്ല. എന്താ ജലാബീബ് എന്ന് പറഞ്ഞാൽ ശരീരം ചുറ്റിപ്പൊതിയുന്ന വസ്ത്രത്തിനാണ് ജലാബീബ് എന്ന് പറയാ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളവരെ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവരോടൊക്കെ ആ നമസ്കാരത്തിന് ഹാജരാവാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. കൃത്യമായ വസ്ത്രവിധാനം ഉപയോഗിക്കണം. തോന്നിയ വസ്ത്രങ്ങളും സമൂഹത്തിന്റെ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് എല്ലാ മോഡലുകളും സ്വീകരിച്ച് അതിനെ മറ്റുള്ളവരെ കൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളതിനൊരു ബന്ധം വരുത്തുന്ന ആളുകളായിട്ട് മാറരുത് എന്നുകൂടെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ല. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين في جميع بلادنا وأذل الشرك والمشركين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.